നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കർഷകർക്ക് തലവേദനയായി സിംഗപ്പൂർ ഡെയ്സി എന്ന അധിനിവേശ സസ്യം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലും നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലും മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. 100% വിജയം കൈവരിച്ച ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിനും തലോർ ദീപ്തി സ്കൂളിനും ആദരം. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കാലക്കടവ് പാലം പണിയുന്നതിന് മുന്നോടിയായുള്ള സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്റെ ഭാഗമായി യോഗം ചേർന്നു. കേരള ജൈവ കർഷക സമിതി ജില്ലാ സമ്മേളനം കല്ലേറ്റിങ്കരയിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പച്ചനിറമാർന്ന ഇലച്ചാർത്തുകൾക്ക് മീതെ മഞ്ഞ നിറത്തിലുള്ള അസംഖ്യം കുഞ്ഞുപൂക്കൾ വിടർന്നു നിൽക്കുന്നത് ഇന്ന് നാട്ടിൻപുറത്തെ പതിവ് കാഴ്ചകളൊന്നാണ്. സിംഗപ്പൂർ ഡെയ്സി എന്നറിയപ്പെടുന്ന ഈ അധിനിവേശ സസ്യം കാഴ്ചയിൽ മനോഹരിയാണെങ്കിലും കാർഷിക മേഖലയ്ക്ക് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സൂര്യകാന്തി പൂക്കളുടെ ചെറുരൂപത്തിലുള്ള മഞ്ഞപ്പൂക്കളാണ് സിംഗപ്പൂർ ഡെയ്സിയിൽ വിരിയുന്നത്. കമ്മൽപ്പൂ, അമ്മിണിപ്പൂ, തീരകാന്തി എന്നീ പേരുകളിൽ നാട്ടിൻപുറത്ത് അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം സ്ട്രാഗ്നറ്റിക്കോല ട്രിലോബാറ്റ എന്നാണ്. ഓരോ വർഷം കഴിയുന്തോറും കൃഷിയിടങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുന്ന ഇവ കർഷകർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. മധ്യ അമേരിക്കയിലെ മെക്സിക്കോ ജന്മദേശമായിട്ടുള്ള ഈ ചെടി ആദ്യമൊക്കെ അലങ്കാര ചെടിയായി അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ കർഷകരെ വലയ്ക്കുന്ന കളകളിൽ പ്രധാനപ്പെട്ടവയിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷിയിടങ്ങളിലും വഴിയോരത്തും തോട്ടുവക്കിലും പുഴയിറമ്പിലുമെല്ലാം കൂട്ടമായി വളർന്നു നിൽക്കുന്ന സിംഗപ്പൂർ ഡെയ്സികൾ കർഷകരെ അലട്ടുന്ന ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ്. 30 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടികൾ വെട്ടിനീക്കിയാലും അതിവേഗത്തിൽ വീണ്ടും കിളിർത്തു വരുന്നവയാണ്. നിലത്ത് പരവതാനി വിരിച്ച പോലെയാണ് സിംഗപ്പൂർ ഡെയ്സികൾ വളരുന്നത്. ഇവയുടെ കടുമഞ്ഞ നിറത്തിലുള്ള പൂവുകൾ 3 തൊട്ട് 15 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള തണ്ടിലാണ് ഉണ്ടാവുന്നത്. പുതിയ ചെടികൾ തണ്ടിൽ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. മരങ്ങളിൽ 70 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ഈ ചെടികൾ മറ്റു ചെറുചെടികൾക്ക് മുകളിലൂടെയും പടർന്നു പിടിച്ച് വളരുന്നുണ്ട്. മണ്ണിലെ വളം വലിച്ചെടുക്കുന്ന ഇവ കാർഷിക വിളകളുടെ വളർച്ചയ്ക്ക് ഭീഷണിയാണ്. മണ്ണിലേക്ക് സൂര്യപ്രകാശം എത്താത്ത വിധത്തിലാണ് ഇവ ഈർപ്പമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സിംഗപ്പൂർ ഡെയ്സി എന്ന ചെടികളെ ലോകത്തെ മോശം ചെടികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോട്ടോർ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിലെ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കനിയാപുരം സ്വദേശി രഞ്ജിത്ത്, കോട്ടയം മണിമല സ്വദേശി വിനോദ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. മാസങ്ങൾക്ക് മുൻപ് ശാസ്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തുള്ള OK സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദുവിന്റെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ എത്തിയ ശേഷം കഴുത്തിൽ കിടന്ന 3 പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ 2 പേരും മോട്ടോർ ബൈക്കിൽ കടന്നുകളയുകയായിരുന്നു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. ഇതോടെയാണ് അന്വേഷണം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികളിലേക്ക് എത്തിയത്. തുടർന്ന് ചാലക്കുടി പോലീസ് തിരുവനന്തപുരത്തെ ജയിലിലെത്തി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ചാലക്കുടിയിലെ മാല പൊട്ടിക്കലിന്റെ ചുരുൾ അഴിയുന്നത്. ഇതോടെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി ചാലക്കുടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി SI മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിനെയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തൃക്കൂരിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്,
സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, ഹനിത ഷാജു, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, കപിൽ രാജ്, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, കെ സലീഷ്, ലിൻഡോ തോമസ്, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, പഞ്ചായത്ത് സെക്രട്ടറി MK ദിനേഷ് എന്നിവർ സന്നിഹിതരായി. എന്ന് പറയുന്നത് ആ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു സമൂഹത്തിന്റെ വക്താവായി അതിനെ നയിക്കാനുള്ള ഒരു ആർജവം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാവരും ചിരിക്കുക, നന്നായി ചിരിക്കുക. ഈ സമ്മാനം വാങ്ങാൻ വരുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിരിച്ചിട്ട് ആദരവ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേകതയില്ലേ? ഇത് നമ്മുടെ സ്വന്തം വീടാണ്. തൃപ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്വന്തം തറവാടല്ലേ? അപ്പൊ ഈ തറവാട്ടിൽ നിന്നാണ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾക്ക് ആദരവ് കിട്ടുന്നത് തോന്നുന്നു അല്ലേ? പിന്നെയും കിട്ടാനുണ്ടോ? വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമായിട്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങള് വക്കീല് പറഞ്ഞ പോലെ തന്നെയാണ്. വലിയൊരു പിരിമുറുക്കത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് വല്ലവരും കണ്ട് അവർക്ക് എന്താ തോന്നുന്നു. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ തറവാട്ടിൽ ഒരു ആദരം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇവിടെ ഉണ്ടായിരുന്നു. 48 കുട്ടികളാണ് SLCയും 40 കുട്ടികളാണ് +2-ലാണ് എഴുതുന്നത്. പക്ഷേ അത്രയും കുട്ടികളോട് എത്തിയിട്ടില്ല. ഈ കൂടി എനിക്കിന്ന് 2 അതായത് വില്ലേജിലേക്കും ലോകത്തിൽ തന്നെ ഇന്നറിയപ്പെടുന്ന ആക്ടറുകളാണ് മോഹൻലാൽ. അദ്ദേഹം ഇപ്പോഴും ഒരു പുതിയ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴും ആദ്യ സിനിമ ചെയ്ത അതേ എക്സൈറ്റഡോടുകൂടിയാണ് സിനിമ ചെയ്യുന്നത്. അതൊരു കാര്യം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ് ആദ്യം ഓർമ്മപ്പെടുന്നത്. നെന്മണിക്കര പഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിലും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ തലോർ ദീപ്തി സ്കൂളിനെയും നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. സിനി ആർട്ടിസ്റ്റും അവതാരകനുമായ ഡെയിൻ ഡേവിസ് സ്നേഹാദരവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ അമൽ ആന്റണി പുരസ്കാര വിതരണം നടത്തി. ഗായിക സ്നേഹ ജോൺസൺ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിൻ മേലേടത്ത്, ഭദ്ര മനു, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, തലോർ ദീപ്തി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക റീന എന്നിവർ പ്രസംഗിച്ചു. ഈ SSLC +2 പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടുന്നു. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് അതായത് നമ്മുടെ ഒരു പ്രായത്തിൻ്റെ ആദ്യ ഘട്ടം അവസാനിക്കുന്ന ഒരു സമയമാണ് SSLC +2 എന്ന് പറയുന്നത്. നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ആദരവ് ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളിപ്പോൾ പഠിച്ചതൊക്കെ സെയിം സിലബസ് ആയിരിക്കും. ഇനി നിങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല, നാളത്തെ നമ്മുടെ നാടിനെ നയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നതുകൂടി ഇന്നത്തെ ജനകീയ വിദ്യാഭ്യാസത്തിന്റെ മേന്മയായി നമ്മൾ കാണേണ്ടതാണ്. നമുക്കറിയാം, പഴയ കാലം പോലെയല്ല. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വളരെ മികവ് വിദ്യാഭ്യാസ മേഖലയിൽ SSLC +2 ഉൾപ്പെടെയുള്ള മേഖലയിൽ വരുത്തുന്നവരാണ്, അല്ലെങ്കിൽ പുലർത്തുന്നവരാണ്. അതിന്റെ ഭാഗമായി ഓരോ വർഷവും റിസൾട്ട് വരും. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കാലക്കടവ് പാലം പണിയുന്നതിന് മുന്നോടിയായുള്ള സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്റെ ഭാഗമായി യോഗം ചേർന്നു. KK രാമേന്ദ്രൻ MLA യോഗത്തിൽ അധ്യക്ഷനായി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവർ സന്നിഹിതരായി. പൊതു അഭിപ്രായ സ്വീകരണവും നടത്തി. മുമ്പ് നിങ്ങളൊരു പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ പഠനം കഴിഞ്ഞിട്ട് പഠനാപരമാണ് റിപ്പോർട്ട് ഉണ്ടാക്കുക. പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് പബ്ലിക്ക് കയറിയിരിക്കണം. നമുക്ക് ഈ പാലം പണിയാൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യാഘാതം ഈ നാടിനുണ്ടോ, ജനങ്ങൾക്കുണ്ടോ എന്നറിയാനുള്ള ഇതാണ്. അത് ഈ പാലം മാത്രമല്ല, ഇപ്പോൾ റോഡുകൾക്കും വന്നു തുടങ്ങി. വലിയ റോഡുകൾക്ക് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് മുഴുവൻ വന്നു തുടങ്ങി. ഇപ്പോൾ അടുത്ത കാലത്താണ്. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് പറഞ്ഞു 2013 പുതിയ നിയമം അനുസരിച്ച് 2013 അല്ലേ, 2013. അതിന് മുമ്പ് അങ്ങനെ കാര്യങ്ങളില്ല. ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞതിൻ്റെ 1.5 വർഷം മുമ്പ് ഇവിടെ മീറ്റിംഗ് എടുക്കുക നമ്മളല്ലേ. ഈ നിങ്ങൾ പറയുന്നത് ശരി, കുറേ വർഷത്തെ മനുഷ്യരുടെ ആഗ്രഹമാണ് ഇവിടുത്തെ ആവശ്യങ്ങളാണ്. കേരള ജൈവ കർഷക സമിതി ജില്ലാ സമ്മേളനം കല്ലേറ്റിൻകരയിൽ സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ തുമ്പരത്തി അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് നിംബ ഫ്രാൻസിസ് കർഷകരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം മിനി സുധീഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്റ്റെല്ല വിൽസൺ,
വനമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ, ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി നിഷ അപ്പാട്ട്, C രാജഗോപാലൻ, PM ശശിധരൻ, KS ഉണ്ണികൃഷ്ണൻ, OJ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റായി ശിവരാമൻ തുമ്പരത്തിയെയും സെക്രട്ടറിയായി നിഷ അപ്പാട്ടിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭം കൈരളി അമൃതം ന്യൂട്രിമിക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷനായി. DMC ഡോക്ടർ A കവിത മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, ICDS സൂപ്പർവൈസർ V സുധകുമാരി, കൈരളി ന്യൂട്രിമിക്സ് പ്രസിഡന്റ് സലോമി ജേക്കബ്, മെമ്പർ സെക്രട്ടറി സ്മിത ഭാസ്കർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കിമി ബോസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ഇതിന് മുഖ്യ നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ ഇവിടെ തയ്യാറാക്കിയ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നാടമുറിച്ച് ആസൂത്രണം ചെയ്യപ്പെട്ട കെട്ടിടവും മെഷീനറികളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും മികച്ച ന്യൂട്രിമിക്സിൻ്റെ ഉൽപ്പാദന കേന്ദ്രമായി അളഗപ്പനഗറിലെ ഈ കൈരളി സംഘത്തിന് കീഴിലുള്ള പ്രവർത്തനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയങ്ങൾക്കും. എന്തായാലും ഈ ഓരോരുത്തരും പ്രത്യേകം പറയുന്നതില്ല. ഈ പരിപാടിക്ക് എത്തിയ നമ്മുടെ MLA, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ കൂടിയിട്ടുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മറ്റുള്ള കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലെജൻഡ് വെൽത്ത് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂർ MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷെയർ ട്രേഡിംഗ് പഠിക്കുന്നവർക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യവും നിലവിൽ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് കഫേ സൗകര്യവും ലെജൻസിൽ ഒരുക്കിയിട്ടുണ്ട്. വളർന്നുവരുന്ന ഇന്ത്യൻ മാർക്കറ്റിന്റെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വീട്ടമ്മമാർ, പ്രവാസികൾ, റിട്ടയർ ചെയ്തവർ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം മറ്റൊരു വരുമാന മാർഗമായും ഷെയർ ട്രേഡിംഗ് നടത്താമെന്നും വലിയൊരു തൊഴിൽ സാധ്യതയുടെ ലോകമാണ് ട്രേഡിംഗ് എന്നും MD രാജകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അംബിക ദേവി, മേജറ്റ് ജോണി, നിഷാദ് അറക്കൽ, G രാഗേഷ്, ചോയ്സ് സെക്യൂരിറ്റീസ് മാനേജർ പ്രമോദ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മഹാദേവൻ, ജോൺസൺ പോക്കത്ത് എന്നിവർ പ്രസംഗിച്ചു. വിദഗ്ധരായ ഫാക്കൽറ്റീസിന്റെ നേതൃത്വത്തിൽ ലെജൻഡ്സ് വെൽത്ത് അഡ്വൈസേഴ്സിൽ നടക്കുന്ന ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ 0487 40627713, മറ്റൊരു നമ്പർ 8089884555. ഒരിക്കലും കേരളം ചർച്ച ചെയ്യാത്തൊരു വിഷയം കഴിഞ്ഞ അടുത്തിറങ്ങിയ 2 സിനിമകളിൽ പറയുന്നുണ്ട്. രംഗണ്ണനെ പറഞ്ഞിട്ട് അമ്പാൻ പറയുന്നുണ്ട്. രംഗണ്ണൻ കുറെ ഷെയർ മേടിച്ചു, അതിൽ നിന്ന് കിട്ടിയ കുറെ പൈസ കൊണ്ടാണ് ആ വിമാനത്താവളത്തിരിക്കുന്ന സ്ഥലം മേടിച്ചതെന്ന് പറയുന്നത്. അപ്പോഴാണ് ആളുകൾ കുറച്ചും കൂടി ഒന്ന് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും കേൾക്കാനൊക്കെ തുടങ്ങി. അതിനേക്കാൾ തൊട്ട് മുൻപ് പ്രേമലൂർ എന്ന് പറയുന്ന ആ സിനിമയിലെ നായകൻ പറയുന്നുണ്ട്, എനിക്കിതിനെ കുറിച്ച് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതിലൊരു സിനിമയിൽ ഒരു ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കേൾക്കുന്നത്. അത് അങ്ങനെ നമ്മളോട് അത്രയും കാര്യമായിട്ട് നമുക്കൊരു പരിചയമില്ല. പക്ഷെ നമുക്ക് ആട്, തേക്ക്, മാഞ്ചിയം, നെറ്റ്വർക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കര പരിചയം. ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗാംബ്ലിംഗ് അല്ല. എല്ലാവരുടെയും വിചാരം ഇതൊരു ഗാംബ്ലിംഗ് ആണ്. ശരിക്കും നമ്മൾ പഠിച്ച് ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, പേഷ്യൻസ്, ഈ 3 സംഭവങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വിൻ ചെയ്യാൻ പറ്റും. വിൻ ചെയ്യാൻ മീൻസ് നമ്മൾ ഇതിനെ ഒരു മെന്റലി സ്ട്രെസ്സോട് കൂടി കാണാതെ കറക്റ്റ് ഇത് നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സക്സസ് ഉണ്ട്. ഞാൻ ജനിക്കണായിട്ടുള്ള മുന്നേ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മുടെ ജോൺസൺ സാർ. അപ്പൊ ആളൊക്കെയാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. മരോട്ടിച്ചാലിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കിണറിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ കിണറിലേക്ക് പതിച്ചു. മരോട്ടിച്ചാൽ പാടം വഴി സ്വദേശി ആച്ചേരിക്കുടിയിൽ പൗലോസിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കിണറിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ കിണറിലേക്ക് പതിച്ചു. വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന 7 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞത്. ഇതോടെ കിണറിലെ വെള്ളവും ഉപയോഗശൂന്യമായി. വിവരമറിഞ്ഞ് വാർഡംഗം TA അരോഷ് സ്ഥലം സന്ദർശിച്ചു. കിണറിന് സമീപത്തെ മോട്ടോർ ഷെഡും അപകടാവസ്ഥയിലാണ്.
പുഴകളുടെയും തോടുകളുടെയും സമീപം പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴുക്കിവിട്ട് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നെന്മണിക്കരയിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ദേവി ഓട്ടോ ഗാരേജ് മാതൃകയാകുന്നത്. 5 വർഷം മുമ്പ് തന്നെ ഇവിടെ മലിനജല ശുദ്ധീകരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇവർ. നെന്മണിക്കരയിലെ ലക്ഷ്മി ദേവി ഓട്ടോ ഗാരേജ് 5 വർഷം മുൻപും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററായ ഇവിടെ സ്ഥാപിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റാണ് വാർത്തയ്ക്ക് വിഷയമായത്. സർവീസ് സെന്ററിൽ നിന്നും വാഹനങ്ങൾ കഴുകിയുണ്ടാകുന്ന വെള്ളത്തിൽ ഓയിലും ചെളിയും മറ്റും അടങ്ങിയിരിക്കും. ഇത് പുറത്തേക്കൊഴുക്കിയാൽ സമീപ പ്രദേശങ്ങളിലുള്ള ജലസ്രോതസ്സുകൾ മലിനമാകുമെന്നതിനാൽ ഇവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുകയായിരുന്നു. നമ്മളൊരു 5 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ ആനന്ദനാണ് ഫസ്റ്റ് ഇവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് ഈ പ്രദേശത്ത് തന്നെ ആദ്യമായിട്ട് ചെയ്തത് അച്ഛനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സർവീസിൽ ഉപയോഗിക്കുന്ന വെള്ളം ഫുൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഹാംഫുള്ളായിട്ടുള്ള വേസ്റ്റുകളും സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിനെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് വീണ്ടും കാർ വാഷ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അതായത് ഈ വെള്ളം നമ്മൾ വണ്ടി അടിഭാഗമൊക്കെ കഴിയുമ്പോഴും അതിൽ ഓയിലും അതുപോലെ മഡ് ഡർട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് വേസ്റ്റായിട്ട് പോകുന്നത്. ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ഒരു സെഗ്രിഗേഷൻ ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്ന് ഓയിൽ കണ്ടൻറ്റിനെ മാറ്റി അതേപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് അതേപോലെ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ സെഗ്രിഗേഷൻ ചെയ്ത് അതിന് വെള്ളം മാത്രം എടുത്ത് നമ്മൾ ഒരു രണ്ട് കെമിക്കലുണ്ട്, ആലം പിന്നെ അതുപോലെ ക്ലോറിൻ 2 കെമിക്കൽ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെള്ളം സെഡിമെൻറ്റ് ടാങ്ക് വലിയ ടാങ്കുകളിലാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളത്തിനെ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ച് ആ വെള്ളത്തിൻ്റെ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. സർവീസ് സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം 2 ഘട്ടങ്ങളിലായാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത്. ആദ്യം വെള്ളത്തിൽ കലർന്ന ഓയിലും ചെളിയും വേർതിരിക്കുന്നു. പിന്നീട് വെള്ളം ഫിൽട്രേഷൻ നടത്തി pH ന്യൂട്രൽ ആക്കിയതിന് ശേഷമാണ് പുറത്തുവിടുന്നത്. ആവശ്യമെങ്കിൽ ഈ വെള്ളം വീണ്ടും സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ആനന്ദേട്ടനായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുകയും ആളുടെ ഇപ്പോഴുള്ള ഓണറിൻ്റെ ഫാദർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മുടെ വീടൊക്കെ ഇവിടെ അടുത്താണ്. ഞാൻ അയൽക്കാരനാണ്, ചെറുപ്പം തൊട്ട് നമുക്കറിയുന്ന ആളാണ്. ആൾ തുടങ്ങാൻ സന്നദ്ധനായിരുന്നു. അതുപോലെ തന്നെ നമ്മളിത് ഈ ഒരു മെഷീൻ ആൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ആൾക്ക് പറയുകയും ആൾ ഇത് വെക്കാനായിട്ട് ഇവിടുത്തെ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള സൈമൺ സാറ് തുടങ്ങിയവർ ഇതിൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെയാണ് ഇതിവിടെ വന്നത്. ഈ പഞ്ചായത്തിൽ ഇവിടെ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 5-8 വർഷമായിട്ട് സ്ഥിരമായിട്ട് മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വരുന്നു. ആ സമയത്താണ് വേറെ ആരും ഇത് തുടങ്ങാനോ ഇവർ 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു നിയമവിധേയനായിട്ട്, വേറെ ആരും തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. ഇത്തരത്തിൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പ്രദേശത്തെ എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ വലിയൊരു അളവ് വരെ രോഗങ്ങളും പകർച്ചവ്യാധികളും തടയാനാകുമെന്നാണ് സമീപവാസികൾ പറയുന്നത്. പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും വിശേഷിച്ചും ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളും കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം ഒരുക്കണം എന്ന ആവശ്യം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ശക്തമായി ഉയരുകയാണ്. ഈ ഘട്ടത്തിലാണ് നെന്മണിക്കരയിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ദേവി ഓട്ടോ ഗാരേജിൻ്റെ ഈ വാട്ടർ ഫിൽട്രേഷൻ സംവിധാനം പ്രാധാന്യമർഹിക്കുന്നത്. ഇത് അനേകർക്ക് ഒരു മാതൃക തന്നെയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ സൗജന്യ മെഡിക്കൽ കാരവൻ ക്യാമ്പ് സേവനം കാവല്ലൂരിൽ സംഘടിപ്പിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത്, കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ശാന്തി ഭവൻ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. പഞ്ചായത്ത് അംഗം PS പ്രീജു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷനായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, ക്ലബ്ബ് സെക്രട്ടറി KJ ബിജു, വിൽസൺ പഴുങ്കാരൻ, ഡോക്ടർ ശില്പ, ആൻഡു കാട്ടപ്പീടിക, റെജിൽ മേപ്പുറത്ത്, കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ അധ്യാപിക രമ എന്നിവർ സന്നിഹിതരായി. സൗജന്യ ഡോക്ടേഴ്സ് OP, സൗജന്യ ഡെന്റൽ പരിശോധന, പോർട്ടബിൾ ഡെന്റൽ എക്സ്റേ, ഡിജിറ്റൽ ECG അൾട്രാസൗണ്ട് സ്കാനിംഗ്, നേത്രപരിശോധന സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആദിത്യ കുടുംബശ്രീയിൽ ചെണ്ടുമല്ലി ആരംഭിച്ചു. പൂക്കൃഷി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ S സ്വപ്ന,
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി എന്നിവർ പ്രസംഗിച്ചു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ BKMU പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞൂരിൽ പച്ചക്കറി കൃഷി തുടങ്ങി. മണ്ഡലം പ്രസിഡന്റ് K. സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് സുനന്ദ ശശി അധ്യക്ഷയായിരുന്നു. ലോക്കൽ സെക്രട്ടറി KR രാജേന്ദ്രൻ, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, MR ജയകുമാർ, TK രാജൻ, PP ആന്റണി, കണ്ണൻ, ശശി, ഷീബ എന്നിവർ സന്നിഹിതരായി. RSSും BJPയും ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ് അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, MR രഞ്ജിത്ത്, CV രവി, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. ദൃശ്യമാധ്യമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരെണ്ണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് RSSകാരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം. പിന്നെ വിനു വി ജോൺ എന്ന് പറയുന്നത് മനോരമയുടെ സ്ഥാപനം. നമ്മുടെ ഈ കേരളത്തിലെ കല്ലൂർ പാലക്കപ്പറമ്പ് കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പട്ട് ഗുരുതി നടത്തി. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ആയുർദോഷത്തിനും ബാധാദുരിതത്തിനുമാണ് മുപ്പട്ട് ഗുരുതി വഴിപാട് നടത്തുന്നത്. ക്ഷേത്രം മേൽശാന്തി VG ഉണ്ണി നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KV വിമൽ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു അധ്യക്ഷത വഹിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കായികാധ്യാപകൻ സജി ജോർജ്, ചാലക്കുടി ഉപജില്ല വികസന സമിതി ട്രഷറർ UU ചന്ദ്രൻ, PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി MJ ജോജു, ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിസ്മി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. നിരവധി വർഷങ്ങളായിട്ട് നമുക്കിവിടെ ഇത് നടത്താറുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധ്യാപകരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ 16ഓളം സ്കൂളുകളിലെ കുട്ടികളാണ് ഇവിടെ ഫുട്ബോളുമായി മാറ്റുരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗ്യമാണ്. ഈ ഭാവി കാലങ്ങളിൽ നിങ്ങളൊക്കെ വലിയ വലിയ കളിക്കാരായിട്ട് മാറുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വലിയ ഇൻ്റർവ്യൂകളിൽ പറയൂലേ എന്നത് ഞങ്ങൾ കൊടകര ഇങ്ങനെ ഒരു സ്ഥലത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ യോഗദിന സന്ദേശ വിളംബര ജാഥ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KJ ജിജോ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനേഷ് J മേനോൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഭാഗ്യവതി ചന്ദ്രൻ, വാർഡംഗം PK ശേഖരൻ, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടർ K നീതുമോൾ എന്നിവർ സന്നിഹിതരായി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ആര്യ സ്കൂൾ ഓഫ് യോഗ ഡയറക്ടർ KK സുരേഷ് പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാകേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യ നേപ്പാൾ അന്താരാഷ്ട്ര യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കവിത ഉദ്ഘാടനം ചെയ്തു. യോഗ ഇൻസ്ട്രക്ടർ TU രാജേഷ് യോഗ പരിശീലനവും യോഗയെ സംബന്ധിച്ച ക്ലാസും നയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് നോവയുടെ നേതൃത്വത്തിൽ വായന വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പുസ്തക സമർപ്പണം ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. നോവ രക്ഷാധികാരികളായ പ്രൊഫസർ KJ ജോസഫ്, പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ്,
VP ആൻഡോ എന്നിവർ പുസ്തക സമർപ്പണം നടത്തി. മുരിയാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KU വിജയൻ, AS സുനിൽകുമാർ, നോവ ഭാരവാഹികളായ പ്രിയൻ ആലത്ത്, ടെൽസൺ കോട്ടോളി, K ബാബുരാജ്, ശശികുമാർ, അധ്യാപികമാരായ P ഇന്ദു, റിയ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. വിൻസെന്റ് പള്ളായി, രാജു ബാലൻ, VP ലിസൺ, KA അമൽ, U ഉദയ എന്നിവർ നേതൃത്വം നൽകി. സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും വായനശാലകൾക്കുമായി 500-ൽ പരം പുസ്തകങ്ങൾ വിതരണം ചെയ്തു. തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയ് 50ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. 3 പതിറ്റാണ്ട് മുൻപേ ലഭിച്ച ഇളയ ദളപതി എന്ന വിശേഷണത്തിൽ നിന്ന് തമിഴ് സിനിമയുടെ ദളപതിയിലേക്കുള്ള വളർച്ചയിൽ വിജയ് എത്തി നിൽക്കുമ്പോൾ ആരാധകരും ആവേശത്തിലാണ്. സ്റ്റൈല് കൊണ്ടും കഥാപാത്രങ്ങളുടെ സിനിമകളുടെ ആൾക്കൂട്ട ആഘോഷം കൊണ്ടും തെന്നിന്ത്യയിലെ ഏറ്റവും ജനപ്രിയ നടനാണ് വിജയ്. തമിഴകത്ത് എന്ന പോലെ തന്നെ കേരളത്തിലും മിക്ക യുവതാരങ്ങളെക്കാളും ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കാനും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാനും കഴിവുള്ള നടൻ. സംവിധായകനും നിർമ്മാതാവുമായ S.A. ചന്ദ്രശേഖറിന്റെ മകനായി 1974 വിജയുടെ ജനനം. വെട്രി എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് വിജയ് തമിഴ് ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് 1992 നാളെയെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി വിജയ് എത്തുകയായിരുന്നു. തുടർന്ന് തമിഴ് സിനിമയുടെ മുഖമുദ്രയും തമിഴ് സിനിമാ ഇൻഡസ്ട്രിയുടെ കരുത്തുറ്റ ആഗോള ഐക്കണായും ദളപതി മാറുകയായിരുന്നു. അയൽപ്പക്കത്തെ പയ്യനിൽ നിന്ന് റൊമാൻറ്റിക് ഹീറോയിലേക്കും പിന്നെ രക്ഷകനായ നായകനിലേക്കുമുള്ള വളർച്ചയാണ് വിജയുടേത്. റൊമാൻറ്റിക് സിനിമകളാണ് തുടക്കകാലത്ത് വിജയ് തുടർച്ചയായി ചെയ്തിരുന്നത്. മെല്ലെ മെല്ലെ ആളുകൾ വിജയെ ശ്രദ്ധിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങി. ഒരു നടനായി ആളുകൾ അംഗീകരിച്ചു തുടങ്ങാൻ 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രം വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് നേർക്കുനേർ, കാതലുക്കു മര്യാദ, വൺസ് മോർ തുടങ്ങി ഒരു പിടി സിനിമകൾ വിജയുടേതായി എത്തി. കാതലുക്കു മര്യാദ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരവും വിജയിയെ തേടിയെത്തി. 1999 പുറത്തിറങ്ങിയ തുള്ളാത്ത മനവും തുള്ളും എന്ന ചിത്രം തെന്നിന്ത്യക്കാകെ വിജയ് എന്ന നടനെ പരിചയപ്പെടുത്തി കൊടുത്തു. R. മുരുകദാസിനൊപ്പം തുപ്പാക്കി പുറത്തിറങ്ങിയത് വിജയുടെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കി 100 കോടി ക്ലബിൽ ഇടം നേടി. രജനീകാന്തിന് ശേഷം 100 കോടി ക്ലബിൽ കയറിയ തമിഴ് താരമാണ് വിജയ്. രാഷ്ട്രീയ പ്രവേശനത്തോടെ തന്റെ കരിയറിലെ ഒരു നിർണായക കാലഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നുപോകുന്നത്. വിജയ് ഫാൻസ് വക പാലപ്പള്ളി തൃശൂർ റൂട്ടിൽ സൗജന്യ ബസ് യാത്ര നടത്തി. നടൻ വിജയുടെ 50ാം പിറന്നാൾ ദിനത്തിലാണ് ആരാധകർ യാത്രക്കാർക്കായി സൗജന്യ യാത്രയൊരുക്കിയത്. അൽ അമീൻ ബസ്സാണ് സർവീസ് നടത്തിയത്. വരന്തരപ്പള്ളി വിജയ് ഫാൻസ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രിയ നടന്റെ പിറന്നാൾ ആഘോഷം നാട്ടുകാരുമായി പങ്കുവച്ചത്. വർണ്ണ ബലൂണുകൾ അലങ്കരിച്ച ബസ്സിൽ യാത്രക്കാർക്ക് മധുരവും നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിലെ ഫ്രഷേഴ്സ് ഡേയും മെറിറ്റ് ഡേയും തിങ്കളാഴ്ച നടക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരനായ ഐസക് ഈപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ സംസ്കൃതം ഫുൾ ടൈം, സോഷ്യൽ സയൻസ് HSD അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിങ്കളാഴ്ച നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകണം. സംസ്കൃതം അധ്യാപക തസ്തികയിലേക്ക് രാവിലെ 10-നും സോഷ്യൽ സയൻസ് അധ്യാപക തസ്തികയിലേക്ക് രാവിലെ 11-നുമാണ് കൂടിക്കാഴ്ച. അളകപ്പനഗർ HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം പൂത്തോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തണം. ഫോൺ 0482384253, മറ്റൊരു നമ്പർ 9847677549.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 2023 ഡിസംബർ 31 വരെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപയും പവന് 53,080 രൂപയും രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര മാവിൻചുവട് പരേതനായ കോട്ടക്കൽ ലോനപ്പൻ ഭാര്യ റോസമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ. ജോണി, ചാക്കോച്ചൻ, സെലീന, ബെന്നി, സെബാസ്റ്റ്യൻ, മിനി, ഔസേബ്, ഷൈനി, പരേതനായ വർഗീസ് എന്നിവർ മക്കളും, ക്ലാര ജോണി, ജെസ്സി, യാക്കോബ്, ഷീബ, സിന്ധു, ജോയ്, ബിജി, സണ്ണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കർഷകർക്ക് തലവേദനയായി സിംഗപ്പൂർ ഡെയ്സി എന്ന അധിനിവേശ സസ്യം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലും നന്മണിക്കര ഗ്രാമപഞ്ചായത്തിലും മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. 100% വിജയം കൈവരിച്ച ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിനും തലോർ ദീപ്തി സ്കൂളിനും ആദരം. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കാലക്കടവ് പാലം പണിയുന്നതിന് മുന്നോടിയായുള്ള സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്റെ ഭാഗമായി യോഗം ചേർന്നു. കേരള ജൈവ കർഷക സമിതി ജില്ലാ സമ്മേളനം കല്ലേറ്റിങ്കരയിൽ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.